ഒരു ട്രീയുടെ 3 പാർട്സ് സ്റ്റെം, റൂട്ട് ആൻഡ് ക്രൗൺ. സ്റ്റെമ്മും റൂട്ടും എന്താണെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് വൺ ദ ക്രൗൺ. The crown is defined as the upper branchy part of a tree above the bole and formed by the foliage of the branch. Bole എന്താണെന്നറിയാം, സ്റ്റെമ്മിൻ്റെ അപ്പർ ബ്രാഞ്ചി പാർട്ടാണ് ക്രൗൺ, ഫോം ബൈ ദി ലീഫ് അല്ലെങ്കിൽ ഫോളിയേജ്. The shape and size of the crowns of trees vary with the species and the conditions in which they grow. Tree crowns വിത്ത് സ്പീഷീസ് ഡിഫറെൻ്റ് ആയിരിക്കും. കോണിക്കൽ ഷേപ്പിലായിരിക്കും കോണിഫേഴ്സിൻ്റെ ക്രൗൺ ഉണ്ടാവുക. ദറ്റ് ഈസ് ലോവർ ബ്രാഞ്ച് ആർ ലോങ്ങർ വൈൽ ദ അപ്പർ ബ്രാഞ്ച് ഗിവ് എ ഷോർട്ടർ ആൻഡ് ഗിവിങ് ദ ക്രൗൺ എ കോണിക്കൽ ഷേപ്പ്. അതേപോലെ തന്നെ സൈസിലും ഡിഫറൻസ് ഉണ്ടാകാം. ക്രൗണിൻ്റെ സൈസിൽ സ്പീഷീസിനനുസരിച്ചും അതിൻ്റെ സിറ്റുവേഷൻ കണ്ടീഷൻ അനുസരിച്ചും സൈസിലും വ്യത്യാസം വരും. നോർമലി ദ ട്രീസ് ഗ്രോയിങ് ഇൻ ദ ഓപ്പൺ ഏരിയ ഹാവ് ലാർജർ ബ്രാഞ്ച് ആൻഡ് ബിഗ് ക്രൗൺസ്, വൈൽ ദോസ് ഗ്രോയിങ് ഇൻ dense forest have smaller branch and smaller crowns because lower branch die due to shade and crowns are limited to upper part of the bole. മനസ്സിലായില്ലേ? ഓപ്പൺ ഏരിയയിലാണെങ്കിൽ വലിയ ബ്രാഞ്ചും അതുപോലെ തന്നെ വലിയ ക്രൗണും ആയിരിക്കും. അത് ഷെയ്ഡ് കൊണ്ട് ആണ് ഫോറസ്റ്റ് ഏരിയയിൽ ഷോർട്ട് ആൻഡ് ലോവർ ബ്രാഞ്ച് ഡൈ ആവുന്നു. അപ്പം ചെറിയ ക്രൗണും സ്മോൾ ബ്രാഞ്ചും ആയിരിക്കും ഫോറസ്റ്റ് ഏരിയയിൽ. ഇത് ഷെയ്ഡ് കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. Then size of the crown depends upon crown development. What is crown development? It refers the expansion of crown measured as crown length and crown width. ക്രൗൺ ഡെവലപ്മെൻറ്റിൻ്റെ അനുസരിച്ചാണ് സൈസ് പറയുന്നത്. ക്രൗൺ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗൺ ലെങ്ത്തും ക്രൗൺ വിഡ്ത്തും മെഷർ ചെയ്ത് കിട്ടുന്ന ആ ക്രൗൺ എക്സ്പാൻഷനാണ് ക്രൗൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. Then these are the different crown shapes: round, spreading, pyramidal, oval, conical, vase, columnar, open, weeping, irregular. കുറേ ടൈപ്സ് ഉണ്ട്. And your task is find out with the example of tree species. Okay. Then crown class. Crown class is a term used to describe the position of an individual tree in the forest canopy. ഒരു ഫോറസ്റ്റ് കാനോപ്പിയിൽ ഓരോ ഇൻഡിവിജ്വൽ ട്രീൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് പറയുന്നതാണ് ക്രൗൺ ക്ലാസ്. നമ്മൾ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ക്ലാസ്സിൽ എക്സാമ്പിൾ എടുക്കുക, അതിലിപ്പോൾ ഹൈറ്റ് അനുസരിച്ച് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഒരു ഫോറസ്റ്റ് കാനോപ്പിയിൽ ഹൈറ്റിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ പറയുന്നതാണ്. ഹൈറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി അനുസരിച്ച്. ട്രീൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ ഹൈറ്റാണ് പറയാം, ടിമ്പറിൻ്റെ ഒക്കെ കേസിൽ ഹൈറ്റ് വാല്യുബിൾ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഹൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഒരു ഫോറസ്റ്റിലെ ട്രീസിൻ്റെ ഇൻഡിവിജ്വൽ ട്രീസിൻ്റെ പൊസിഷൻ എങ്ങനെയൊക്കെയാണ്. ദ ഫസ്റ്റ് വൺ, ഡൊമിനൻറ്റ് ട്രീസ്. These crowns extend above the general level of the canopy. ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുന്ന ട്രീസ് ഡൊമിനൻറ്റ്. ദെൻ കോഡൊമിനൻറ്റ്. കോഡൊമിനൻറ്റും പ്രിഡൊമിനൻറ്റ് എന്നും പറയും. ഈ ഡൊമിനൻറ്റ് ട്രീസിൽ ഏറ്റവും ടോളസ്റ്റ് ട്രീസ് പ്രീഡൊമിനൻറ്റ് എന്ന് പറയും. കോഡൊമിനൻറ്റ് എന്ന് പറയുന്നത് ദീസ് ആർ ഇൻ ദ ട്രീസ് ഹാവിങ് 5/6 of the height of predominant species. പ്രീഡൊമിനൻറ്റിൻ്റെ തൊട്ട് താഴെയിലാണ് കോഡൊമിനൻറ്റ് സ്പീഷീസ് എന്ന് പറയാം. ദെൻ ഇൻ്റർമീഡിയറ്റ് ട്രീസ് അല്ലെങ്കിൽ ഡൊമിനേറ്റഡ് ട്രീസ്. ട്രീസ് വിത്ത് എ ഹൈറ്റ് ഓഫ് 3/4 of the tallest tree
ആർ ഇൻ്റർമീഡിയറ്റ് ട്രീസ് ഓർ ഡൊമിനേറ്റഡ് ട്രീ. ഇതിൻ്റെ കുറച്ചുകൂടി താഴെയുള്ള ട്രീ ആണ്. ദെൻ സപ്രസ്ഡ് ട്രീസ്. ദീസ് ക്രൗൺസ് ആർ ബിലോ ദി ജനറൽ ലെവൽ ഓഫ് ദി കാനോപ്പി. ആദ്യം പറഞ്ഞ ഡൊമിനൻറ്റ് ട്രീസ് അതിൽ വരുന്നതാണ് കോഡൊമിനൻറ്റ്, പ്രീഡൊമിനൻറ്റ്, ഡൊമിനേറ്റഡ്. ഏറ്റവും ടോപ്പ് കാനോപ്പിയിലുള്ള 3 ഡിഫറെൻറ്റ് ചെറിയ ചെറിയ വേരിയേഷനുള്ള അതിൻ്റെ ആ സെക്കൻഡ് കാനോപ്പിയിൽ വരുന്നതാണ് ആ ജനറൽ കാനോപ്പിൻ്റെ തൊട്ട് താഴെ ഡൊമിനൻറ്റ് ആയിട്ടുള്ള ട്രീസിൻ്റെ താഴെയുള്ളതാണ് സപ്രസ്ഡ് ട്രീസ്. പേരിൽ തന്നെ അറിയാം, സെക്കൻഡ് ലെവലിൽ വരും. ദെൻ ഡെഡ് ആൻഡ് മൊറിബൺ ട്രീസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ദീസ് ഇൻക്ലൂഡ് ബെഞ്ച് ഓർ ബാഡ്ലി ലീനിങ് ട്രീസ്. നമ്മൾ നല്ല ട്രീസിൻ്റെ കൂട്ടത്തിൽ കണക്കാക്കുന്നില്ല, അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ പറയാഞ്ഞത്. ഡെഡ് ട്രീസ് അല്ലെങ്കിൽ ലീനിങ് ട്രീസ് അത് ഡിഫക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ആൾസോ ദ ലാസ്റ്റ് വൺ ഡിസീസ്ഡ് ട്രീസ്. ഡിസീസ്ഡ് ട്രീസിനെ നമ്മൾ ടിമ്പർ ബേസിലൊന്നും കൺസിഡർ ചെയ്യില്ല. അപ്പം ഈ ഒരു 4 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർക്കേണ്ടത്. ഈ പിക്ചറിൽ കാണാം ഡൊമിനൻറ്റ് ട്രീസ് ആണ് ഡി, കോഡൊമിനൻറ്റ് സി, ഇൻ്റർമീഡിയറ്റ് I and suppressed the last one കാണാം S. Then mode of branching. The mode of branching also varies with species and sometimes it is characteristic of the genus or the family. മോഡ് ഓഫ് ബ്രാഞ്ചിങ്ങും സ്പീഷീസ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ഫാമിലിയിൽ ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ജീനസിനോ ഫാമിലിക്കോ മാത്രമായിട്ട് ഒരു ടൈപ്പ് ബ്രാഞ്ചിങ് ഉണ്ടാവാം. അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണാം. അതായത് ഇപ്പം നമ്മുടെ ലീഫ് ഓപ്പോസിറ്റ് ലീഫ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പം അതുപോലെ ലീവ്സ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചിങ്ങും ചിലപ്പോൾ ചില ട്രീസിൽ ഓപ്പോസിറ്റ് ബ്രാഞ്ചിങ് കാണാം. ഓക്കെ. The angle that the branch make with the stem is also a specific character. അതായത് മോഡ് ഓഫ് ബ്രാഞ്ചിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രാഞ്ചിങ് വിത്ത് ബ്രാഞ്ച് മേക്ക് വിത്ത് ദ സ്റ്റെം. ദ ആംഗിൾ ഒരു സ്പെസിഫിക് ക്യാരക്ടറാണ്. Though in most cases the branch make an angle of 60 degree to 70 degree with the stem. Mostly അധികം എല്ലാ ട്രീസിലും 60 to 70 ഡിഗ്രി ആംഗിളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ബട്ട് ചില സ്പീഷീസിൽ ഫോർ എക്സാമ്പിൾ പോപ്പുലസ് നൈഗ്രയിലൊക്കെ 20 ഡിഗ്രി ടു 30 ഡിഗ്രി ആംഗിളൊക്കെ കാണാറുണ്ട്. Then also horizontal type of branching also seen in some species. Okay. Then dropping downwards ആയിട്ടുള്ള ബ്രാഞ്ചിങ് ടൈപ്പും അനോജിസിസ് പെൻഡുല ആൻഡ് യങ്ങർ ഡിയോഡർ ട്രീസിലൊക്കെ ഈ ബ്രാഞ്ച് ഡ്രോപ്പിംഗ് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉള്ള ബ്രാഞ്ചിങ്ങും ഉണ്ട്. ദ സൈസ് ആൻഡ് ദ നമ്പർ ഓഫ് ബ്രാഞ്ച് ആൾസോ വേരീസ് വിത്ത് സ്പീഷീസ്. ചില സ്പീഷീസിൽ ബ്രാഞ്ച് തിക്കായിരിക്കും, ചിലതിൽ തിൻ ബ്രാഞ്ചസ് ആയിരിക്കും. അതുപോലെ ബ്രാഞ്ച് നമ്പറും ചിലതിൽ കുറച്ച് ബ്രാഞ്ചസ് കാണും, ചിലതിൽ ഒരുപാട് ബ്രാഞ്ചസ് കാണാം. അതും സ്പീഷീസ് അനുസരിച്ച് മാറാം. The larger the number of branches and thicker, the more the wood is knotty. അതായത് ബ്രാഞ്ചിൻ്റെ നമ്പറും അതുപോലെ തിക്നെസ്സും കൂടുന്നതിനനുസരിച്ച് വുഡിന് നോട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചോ എന്നറിയില്ല, ഒരു ഡിഫക്റ്റാണ് നോട്ട് എന്ന് പറയുന്നത്. വുഡിന് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. അത് ഇൻഫീരിയർ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കാം.
വുഡ് നോട്ട്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ ശരിക്കും പ്രൂണിങ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കുറയുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ക്ലീൻ ബോളായിട്ട് വുഡ് കിട്ടുന്നത്. ഒരു ടിമ്പർ ക്വാളിറ്റിയുള്ള സ്പീഷീസ് ആണെങ്കിൽ നമ്മൾ ബ്രാഞ്ചിങ് കുറവും അതിൻ്റെ ബോൾ സ്റ്റെമ്മ് നല്ല പക്ക ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഡിഫക്റ്റ് ഒന്നുമില്ലാതെ നോട്ട് ഫ്രീ ആയിട്ടുള്ള ടിമ്പർ കിട്ടാൻ വേണ്ടി. ബ്രാഞ്ചസ് കൂടുന്തോറും വുഡ് ക്വാളിറ്റി കുറയും. Then leaf or foliage. ലീഫിൻ്റെ കേസിലാണെങ്കിൽ ലീഫ് കളറ്, സൈസ് ആൻഡ് ടെക്സ്ചർ ഓരോ സ്പീഷീസിൽ തന്നെയും ഡിഫറെൻ്റ് കണ്ടീഷനിലും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. സോയില്, റെയിൻഫാൾ, ടെമ്പറേച്ചർ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കൊണ്ടും ഡിഫറെൻറ്റ് ഫാമിലിയിലും ഒക്കെ കളറ്, സൈസ്, ടെക്സ്ചറൊക്കെ ഡിഫറൻസ് ആയിരിക്കും. നോർമലി മച്വർ ലീവ്സ് ഗ്രീൻ കളറിലായിരിക്കും കാണുക. ആൻഡ് ദ ഷെയ്ഡ് ഓഫ് കളർ ഓഫ് ടു സർഫസ് ഓഫ് ലീഫ് ഈസ് ഓഫൺ ഡിഫറെൻറ്റ് അല്ലേ. ചിലപ്പോൾ ലീവ്സിൻ്റെ അപ്പർ പാർട്ടിൽ കുറച്ച് ഡാർക്ക് ആയിരിക്കും, അടിവശം കുറച്ച് പെയിൽ കളറായിരിക്കും കാണുക. ആൻഡ് ഓൾസോ in some species younger leaves are brightly colored. മാംഗോയിൻ്റെ കേസിൽ ബ്രൗണിഷ് കളറിലായിരിക്കും യങ്ങർ ലീവ്സ് കാണുക. സ്ലീച്ചറ ഒലിയാസ, പൂവം എന്ന് പറഞ്ഞ മരത്തിൻ്റെ യങ്ങർ ലീവ്സ് ബ്രൈറ്റ് റെഡ് കളറായിരിക്കും. ആൻഡ് there's also a peculiar characters in some trees. ഫാളിങ് ടൈമിൽ അതിൻ്റെ ബിഫോർ ഫാളിങ് ലീഫിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രൈറ്റ് കളേഴ്സിൽ കാണാറുണ്ട്. അതിന് ഓട്ടം ടിൻറ്റ് എന്നാണ് പറയുക. ഇൻ ലാൻഡിയ കൊറോമാൻറ്റലിക്ക ദ ലീഫ് ബിഫോർ ദ ഫാളിങ് ടൈം ദ ലീഫ് കളർ ചേഞ്ച് ഫ്രം ഗ്രീൻ ടു യെല്ലോ. കരയം എന്ന് പറഞ്ഞ മരത്തിൻ്റെ ലീഫ് ഷെഡ് ചെയ്യാൻ വന്ന സമയത്ത് യെല്ലോ കളറിൽ കാണും. And in Elaeocarpus species, few red leaves in almost all seasons. ചില സ്പീഷീസിൽ എലയോകാർപ്പസിലൊക്കെ റെഡ് ലീവ്സ്, ചില മരത്തിൽ റെഡ് ലീവ്സ് കാണാം എല്ലാ സീസണിലും. ഇതൊക്കെ ഓരോ സ്പീഷീസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഫാമിലീസിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ദെൻ സൈസ്. The size of a leaf depends upon species and rainfall character. ലോ റെയിൻഫാൾ ഏരിയയിൽ ലീഫിൻ്റെ സൈസ് സ്മോൾ ആയിരിക്കും. ഹെവി റെയിൻഫാൾ ഏരിയയിൽ ബിഗർ സൈസിലായിരിക്കും ലീവ്സ് കാണാം. ഓക്കെ, അതാണ് ഒരു റെയിൻഫാൾ ഡിപ്പെൻഡ് ആയിട്ടുള്ള ലീഫ് സൈസിൻ്റെ കാര്യം. ഇനി സ്പീഷീസ്, അക്കോർഡിംഗ് ടു സ്പീഷീസ്, ചില സ്പീഷീസിനാണെങ്കിൽ ടീക്ക്, ഡിലേനിയ, പുന്ന എന്നൊക്കെ പറയുന്ന മരം, അതിൻ്റെ ലീഫ് സൈസ് നോർമലി ഉള്ള എല്ലാ മരത്തിൻ്റെ ചെടികളുടെ ലീഫിനേക്കാളും നോർമലി കുറച്ച് സൈസ് കൂടുതലായിരിക്കും. ആൻഡ് ഇൻ കോണിഫേഴ്സ് ലീവ്സ് ആർ ഇൻ നീഡിൽ ഷേപ്പ്. ഓക്കെ, അതൊക്കെയാണ് ഓരോ സ്പീഷീസിനനുസരിച്ചുള്ള ഡിഫറൻസ്. ദെൻ കംസ് ടു ടെക്സ്ചർ. ടെക്സ്ചർ എന്താണെന്ന് നമുക്കറിയാം. ചില ലീഫിൻ്റെ സോഫ്റ്റ് ആൻഡ് മെംബ്രേനിയസ് ടെക്സ്ചർ ആയിരിക്കും. അനോജിസസ്, ലാറ്റിഫോളിയ, അതിൻ്റെയൊക്കെ സോഫ്റ്റ് ആയിരിക്കും. ദെൻ ഹാർഡ് ആൻഡ് കൊറേഷ്യസ് ടെക്സ്ചർ ഉള്ള ട്രീസ് ഉണ്ട്. പിന്നെ കോണിഫേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ അത് ലീഫ് എന്ന് പറയുന്നത് ശരിക്കൊരു നീഡിൽ ടൈപ്പാണ്. അതിൻ്റെ ഡീകമ്പോസിഷനൊക്കെ അതുപോലെ സ്ലോ ആയിരിക്കും. അതും ലീഫിൻ്റെ ഈ ഒരു ടെക്സ്ചർ അനുസരിച്ചാണല്ലോ ഡീകമ്പോസിഷൻ റേറ്റ് ചേഞ്ച് വരുന്നത്. Then what about leaf shedding? On the basis of the presence or absence of old green leaves at the time when the new leaves are produced, the trees and other plants are classified into deciduous and
എവർഗ്രീൻ. ലീഫ് ഷെഡിങ്ങിൻ്റെ അനുസരിച്ച് 2 ടൈപ്പ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് ഉണ്ട്, ഡെസിഡ്യസ് ആൻഡ് എവർഗ്രീൻ. അതായത് ഓൾഡർ ലീവ്സ് ഷെഡ് ചെയ്യുന്ന ടൈമും അത് പുതിയ ഗ്രീൻ ലീവ്സ് വരുന്നതും അനുസരിച്ചാണ് ഡെസിഡ്യസ്, എവർഗ്രീൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. A tree is called deciduous if it normally remains leafless for some time during the year. Deciduous അല്ലെങ്കിൽ ഇലപൊഴിയും മരം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു വട്ടെങ്കിലും അത് റിമൈൻ ലീഫ്ലെസ്, അതായത് പഴയ ലീഫ് മുഴുവനായി പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ പുതിയ ലീഫ് വരുന്നുള്ളൂ. അതാണ് deciduous. An evergreen tree is defined as perennial plant which is never entirely without green foliage, the older leaves persisting until a new set has appeared. അതായത് എവർഗ്രീൻ ട്രീ എന്ന് പറയുമ്പോൾ അതിൽ ഒരിക്കലും ഗ്രീൻ ഫോളിയേജ് ഇല്ലാതെ നിൽക്കുന്നില്ല. അതായത് പഴയ ലീവ്സ് പോയി പുതിയത് വരുന്നവരെ അത് കണ്ടിന്യൂസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും പൂർണ്ണമായിട്ട് ഒന്നിച്ച് ഓൾഡർ ലീവ്സ് പോകുന്നില്ല. പുതിയത് വന്നതിന് ശേഷമാണ് ഗ്രാജ്വലി ഓരോന്നോരോന്നായി പോകുന്നത്. അതാണ് എവർഗ്രീൻ ട്രീ. അത് നിങ്ങൾ ചെറുപ്പത്തിലേ പഠിക്കുന്നവരുണ്ട്, ഡെസിഡ്യസ് ആൻഡ് എവർഗ്രീൻ. ഇതിലും നമ്മൾ കുറേ സെമി ഡെസിഡ്യസ്, സെമി എവർഗ്രീൻ അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾ ഈ ഡെസിഡ്യസ് ആൻഡ് എവർഗ്രീൻ ട്രീസ് എക്സാമ്പിൾ, ഒരു 5 എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ ക്രൗണിൻ്റെ, അത് നിങ്ങളുടെ ഒരു ചെറിയ അസൈൻമെൻ്റ് ആണ്. ക്രൗൺ ഷേപ്പ്, ഇതിന് എക്സാമ്പിൾ ഓരോ സ്പീഷീസും, അതുപോലെ എവർഗ്രീൻ, ഡെസിഡ്യസ് ട്രീസിന് ഒരു 5 എക്സാമ്പിൾ. ഓക്കെ.